വർഷങ്ങളായി ചാലിക്കാത്തോടിന്റെ ദുരിതമനുഭവിക്കുന്ന പ്രദേശവാസികൾ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിക്കും നിവേദനം നൽകി. മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരമായില്ലെങ്കിൽ സംയുക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് കാരണം ഡെങ്കു, ചിക്കൻ ഗുനിയ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഈ തോടിനെ തണ്ണീർത്തടമായി കാത്തു സൂക്ഷിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വർഷാവർഷം എല്ലാ വർഷങ്ങളിലും ഇതുപോലെ തന്നെ ഞങ്ങളോട് ഒരു പരാതിയായിട്ട് കുറെ ആളുകൾ വരും, അതുപോലെ പരാതി കൊടുക്കും, പോവും. ഈ വർഷം അങ്ങനെ ആവരുതെന്ന് കരുതിയിട്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഒരുമിച്ചുള്ള ഒരു പോരാട്ടം ഉണ്ടായിട്ടുള്ളത്. എന്നുവെച്ചാല് എന്റെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ തോടില് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം വറ്റി വരണ്ടി കിടക്കുന്ന സമയമാണ്. ആ സമയങ്ങളിൽ അടുത്തുള്ള കിണർ പറ്റിയാൽ പോലും തോട് പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതിനർത്ഥം മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ടൗൺ മുതലുള്ള ഒട്ടുമിക്ക കടകളിൽ നിന്നുള്ള മലിനജലം ഈ തോടിലേക്കാണ് വിടുന്നത്. അത് കെട്ടിക്കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കുട്ടികൾക്കായാലും വയസ്സുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരാൾക്ക് പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ കൊതുകിന്റെ ശല്യം അതിരൂക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ മുതലുള്ള ഈ അനധികൃതമായിട്ടുള്ള പൈപ്പുകളും അനധികൃതമായിട്ടുള്ള സ്ലാബുകളൊക്കെ പൊളിച്ചു നീക്കിക്കൊണ്ട് ഈ തോട് സംരക്ഷിച്ച് ഇത് ശരിക്കും ഒരു തണ്ണീർത്തടമായിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടിരുന്നത്. പണ്ട് മുതലേ അങ്ങനെ ഇപ്പോഴും അത് തന്നെയാണ്. ഈ തോട് ശരിക്കും തണ്ണീർത്തടമാണ്. അത്രയും കാത്തു സൂക്ഷിക്കേണ്ട ഈ തോടിനെ മലിനമാക്കുന്ന ഈ സിറ്റുവേഷൻ ഏത് രീതിയിലും ഒഴിവാക്കിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്താണെങ്കിലും ഇതിന് അധികൃതരായിട്ടുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ജനങ്ങളുടെ ഈ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് അതിന് വേണ്ട നടപടികൾ ഉണ്ടാവണമെന്നുള്ളതിന് പറയാൻ. ഈ മഞ്ചേരിയിലെ മാലിന്യ പ്രശ്നത്തിന്റെ പ്രതീകമാണ് ശരിക്കും ചാലിക്കൽ തോട് എന്ന് പറയുന്നത്. ചാലിക്കൽ തോട് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് പല രീതിയിൽ റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെ ഭാഗമായിട്ട്, വ്യക്തികളുടെ ഭാഗമായിട്ടൊക്കെ അതിനകത്തെ മലിനീകരണ പ്രശ്നം, എൻക്രോച്ച്മെന്റ്, അതുപോലെ വിവിധ തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഈ മലിനീകരണം നിരന്തരമായിട്ട് ഡെങ്കി, മലേറിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ധാരാളമായിട്ട് ആ പ്രദേശത്തെ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ മറ്റുമൊക്കെ ധാരാളം സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുണ്ട്. അധികൃതർക്ക് പല രീതിയിലുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നാളിതുവരെ എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള സമീപനം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന് ഒരു എന്നേക്കുമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവണം. എൻക്രോച്ച്മെന്റ് നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി നടത്തേണ്ടതുണ്ട്. നിയമവിരുദ്ധമായിട്ട് മലിനജലം ഒഴുക്കുന്ന ആളുകളുടെ എതിരെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് നഗരസഭ ചെല്ലേണ്ടതുണ്ട്. ഇത് അനിവാര്യമായും ഇപ്പോൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസേൺ. അതുകൊണ്ട് നടപടിയെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണെയും അതുപോലെ സെക്രട്ടറിയെയും ബോധിപ്പിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുണ്ട് നടപടികളിലേക്ക് കടക്കുകയാണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അല്ലെങ്കിൽ ഞങ്ങൾ വിശദമായ സംയുക്തമായ ഒരു പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കുമെന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയാൻ. So I will hold you with the finest, softest and the best. Oh yes I will. Poppies, yes please. Poppies, the way we love, the way we care.